സ്വാഗതം, വെൽക്കം. ഇന്ന് നിങ്ങളുമായി പങ്കിട്ട ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി എന്ന സക്രമെന്റിനെ പറ്റിയുള്ള വീഡിയോയോട് പ്രതികരിച്ച് ഒരു സുഹൃത്ത്, അതിൻ്റെ പേര് ജോയ് എന്നാണ്, ഒരു അഭ്യർത്ഥന നടത്തിയതിനെ മാനിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. Is it necessary to receive bread, ostie, from the Christian priest? If not, receiving the ostie have consequences in our life. If we receive ostie from someone else, will it be bad for us? Please confirm. Your suggestion is very important in my life. അതുകൊണ്ട് മാത്രമാണ് അവസാനത്തെ ഭാഗം, അല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമായിരുന്നില്ല. ഇതെൻ്റെ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദയവായി ഇതിനെപ്പറ്റി സ്പഷ്ടീകരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന. അങ്ങനെ ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചാൽ അത് അവഗണിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ ഏറ്റവും സരളമായ വിധത്തിൽ, പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം അവതരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദയവായി ക്ഷമയോടെ ഇതിൽ പങ്കെടുക്കണം. ഞാൻ പ്രത്യേകിച്ച് മിസ്റ്റർ ജോയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ വാക്കുകൾ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ജോയി, നമ്മൾ ഈ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ആരംഭം എന്തായിരുന്നു? അർത്ഥം ആരംഭത്തിലാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാന പാഠങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ജനങ്ങളിൽ നിന്ന് അന്യാധീനമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടി വരുന്നത്. അർത്ഥം ആരംഭത്തിലാണ്. ആരംഭത്തെ അവഗണിച്ചുകൊണ്ട് അർത്ഥം അറിയാൻ സാധിക്കും. കാരണം ആരംഭത്തിൽ ലക്ഷ്യമടങ്ങിയിട്ടുണ്ട്. ആ ലക്ഷ്യമനുസരിച്ച് മാത്രമേ നാം എന്ത് ചെയ്താലും അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ദിവ്യബലി അല്ലെങ്കിൽ കുർബാന എന്ന് പറയുന്ന ഈ സക്രമെന്റ്, അതിൻ്റെ ആരംഭം എന്തായിരുന്നു? യേശു തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തു. അതാണ് ആദ്യമേ മനസ്സിലാക്കുന്നത്. ആ ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെസഹ വ്യാഴാഴ്ച തിരഞ്ഞെടുത്തത്? അത് യഹൂദൻ്റെ ചരിത്രത്തിൽ യഹൂദിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ അനുഭവമുണ്ടായിരുന്നു. അത് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ അതുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ അടിമത്വത്തിൽ നിന്ന് ജനത്തെ ദൈവം നേരിട്ട് ഇടപെട്ട്, മോശയിൽ കൂടെ ഇടപെട്ട് വിടുവിച്ച ആ വിടുതലിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇത് ആദ്യമേ നാം മനസ്സിലാക്കേണ്ട കാര്യം. പാസ്കൽ മിസ്റ്ററി എന്ന് ഇംഗ്ലീഷിൽ പറയും. പെസഹ വ്യാഴാഴ്ചയുടെ ആ പ്രത്യേകമായ അർത്ഥതലങ്ങൾ ഇവിടെ ദയവായി മനസ്സിലാക്കുക. നമ്മുടെ ആരുടെയും ചരിത്രത്തിലോ അനുഭവത്തിലോ ഈ ഒരു അനുഭവമില്ല. ഇത് യഹൂദൻ്റെ മാത്രം അനുഭവമാണ്. ദയവായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ പണ്ട് തൊട്ടേ പഠിപ്പിച്ചുള്ളത് യഹൂദന്മാരും നമ്മൾ ഒന്നാണെന്ന്. ഒരിക്കലുമല്ല. യഹൂദൻ്റെ മതവും ക്രിസ്തുവിൻ്റെ മാർഗവും രണ്ടും രണ്ടാണ്. ദൗർഭാഗ്യവശാൽ ക്രിസ്തു സഭകൾ മുഴുവനും ക്രിസ്തുവിനെ മറന്നിട്ട് യഹൂദൻ്റെ വാലെ പിടിച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. ഈ അപകടം എത്ര വലുതാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ആളുകളുടെ തലയ്ക്കുള്ളിൽ കയറുന്നില്ല എന്ന് തന്നെ നന്നെ ദുഃഖിപ്പിക്കുന്ന, നിരാശപ്പെടുത്തൊരവസ്ഥയാണ്. യഹൂദനും ക്രിസ്തു മാർഗവും ഒന്നല്ല. യഹൂദ മതവും ക്രിസ്തു മാർഗവും ഒന്നല്ല. ഒന്നായിരുന്നെങ്കിൽ യേശു വരേണ്ട കാര്യമില്ലായിരുന്നുവല്ലോ. യേശുവിൻ്റെ ഓരോ പഠിപ്പീരുകളും യഹൂദ മതത്തിൻ്റെ ആത്മീകമായ മതപരമായ കാഴ്ചപ്പാടിൽ നിന്നും മാനദണ്ഡങ്ങളിൽ നിന്നും വ്യത്യസ്തമുള്ളതാണ്. അതുകൊണ്ടാണ് യഹൂദൻ യേശുവിനെ കൊന്നാൽ മാത്രമേ അവരുടെ മതത്തെ സംരക്ഷിക്കാൻ ഒക്കത്തുള്ളൂ എന്ന തീരുമാനത്തിലെത്തുന്ന അത്രമാത്രമെങ്കിലും ബുദ്ധി നമുക്കുണ്ടല്ലോ.
അപ്പോൾ ദയവായി മനസ്സിലാക്കുക, ഇത് യഹൂദൻ്റെ മാത്രമായ ഒരു പ്രത്യേക ചരിത്ര സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു ഈ പെസഹ വ്യാഴാഴ്ചയിൽ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു സ്നേഹവിരുന്ന് ആഘോഷിക്കുന്നത്. മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, യഹൂദൻ്റെ സംസ്കാരത്തിലും ആചാരത്തിലും മാത്രം അടങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗുരു ഓരോ വർഷാവസാനവും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു സ്നേഹവിരുന്ന് കഴിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമേ അല്ല. ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിഷപ്പോ ഒരു കത്തനാരോ സ്നേഹവിരുന്ന് നിങ്ങളുമായിട്ട് ആഘോഷിച്ചത് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ട കാര്യമേ അല്ല. ഇത് യഹൂദൻ്റെ സംസ്കാരത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ സമൂഹത്തിൽ, യഹൂദ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന വളരെ സാധാരണമായ ഒരു രീതിയാണ് ആരെങ്കിലും നിങ്ങളെ സന്ദർശിക്കാൻ വന്നാൽ അവരുടെ കാല് കഴുകുക എന്നുള്ളത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയെന്ന് പറയുമ്പോൾ അത് യഹൂദൻ്റെ ഇടയിലുണ്ടായിരുന്ന സാധാരണമായ ഒരു രീതി, അതിനെ തകിടം മറിച്ചുകൊണ്ടാണ്, അതിന് പുതിയ മാനദണ്ഡങ്ങൾ നൽകിയിട്ടാണ് യേശു ശിഷ്യന്മാർ ഗുരുവിൻ്റെ കാല് കഴുകുന്നതിന് പകരം ഗുരു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. ഞാനത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു കാര്യത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളും സാർവലൗകികമല്ല. ഇത് യഹൂദൻ്റെ അനുഭവത്തിലും ചരിത്രത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനിയും ശ്രദ്ധിക്കുക, എന്നാൽ യേശു യഹൂദൻ്റെ ചരിത്രത്തിൽ നിന്ന് ഈ ഒരു അസംസ്കൃത പദാർത്ഥമെടുത്ത് അവയ്ക്ക് സാർവലൗകികമായ ആത്മീയ അർത്ഥതലങ്ങൾ പ്രദാനം ചെയ്യുന്ന അതിമനോഹരവും സർഗാത്മക നിറഞ്ഞതുമായ ഒരു അത്ഭുത പ്രതിഭാസമാണ് യേശുവിൻ്റെ അന്ത്യാത്താഴം. ഇത് മനസ്സിലാക്കണം. പിന്നെ ജോയുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ, ജോയുടെ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിൻ്റെ ഉത്തരം ആ ആദ്യ സംഭവത്തിൽ തന്നെ ഉണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഈ സ്നേഹവിരുന്ന് ആചരിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ സാമീപ്യമോ നിഴലോ വിദൂരമായ ഓർമ്മ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് സുവിശേഷം പരിചയമുണ്ടല്ലോ. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മധ്യേ ഏതെങ്കിലും സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ അന്നത്തെ പുരോഹിത വർഗത്തെ അതിൽ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? പുരോഹിത വർഗത്തിൻ്റെ അധികാരത്തെ യേശു അല്പമെങ്കിലും അംഗീകരിച്ചു, അനുസരിച്ചു എന്ന് നിങ്ങൾക്ക് കാണിക്കാമോ? എന്തുകൊണ്ടാണ് യേശു പുരോഹിത വർഗത്തെ മാറ്റി നിർത്തുക എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ട്? യേശുവിനൊരു കാര്യം അറിയാമായിരുന്നു. മനുഷ്യരെ അടിമകളാക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വർഗമാണ് ഈ പുരോഹിത വർഗം. ദൈവികമെന്ന സാധാരണ മനുഷ്യർ കരുതുന്ന കാര്യങ്ങളെ മുഴുവനും കൈക്കലാക്കി അതിൽ നിന്ന് ബാക്കിയുള്ളവരെ അങ്ങ് ഒഴിവാക്കി, അത് ഞങ്ങളുടെ കുത്തകയാണ്, ഞങ്ങൾക്ക് മാത്രമേ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യതയും അവകാശവും ഉള്ളൂ എന്ന പച്ചക്കള്ളം പറഞ്ഞ് സ്ഥാപിച്ച് ദൈവികമായതിനെ മനുഷ്യനെ അനാവശ്യമായി നിയന്ത്രിക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള ഉപാധിയായി ദുരുപയോഗം ചെയ്യുകയും അധപ്പതിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഈ പുരോഹിതവർഗം എല്ലാ മതത്തിലും എക്കാലത്തും നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ യേശു മനുഷ്യനെ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല അവസ്ഥയിലാക്കി വെക്കാനായി കടന്നു വന്ന യേശു മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ അപകടം മതമാണ്, സംഘടിതമായ മതമാണ് എന്ന് നിസ്സന്ദേഹം തിരിച്ചറിഞ്ഞ യേശു ന്യായമായും തൻ്റെ ആത്മീകമായ ശുശ്രൂഷയിൽ നിന്ന്, ദൗത്യത്തിൽ നിന്ന് പുരോഹിതവർഗത്തെ 100% മാറ്റി നിർത്തി എന്നതാണ് 4 സുവിശേഷങ്ങളും യാതൊരു വ്യത്യാസവുമില്ലാതെ സ്പഷ്ടമായി നമ്മെ അറിയിച്ചിരിക്കുന്നത്. യേശു തൻ്റെ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? പുരോഹിതരല്ലാത്തവരെയാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ്. കാരണം അവരിൽ മാത്രമേ ആത്മാർത്ഥത ഉണ്ടാകുകയുള്ളൂ എന്ന് യേശുവിന് അറിയാമായിരുന്നു.
പണക്കാരിൽ നിന്നോ പുരോഹിത വർഗത്തിൽ നിന്നോ യേശു ഒരു നന്മയും പ്രതീക്ഷിച്ചില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദഹിക്കുകയില്ല. കാരണം നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ യഹൂദൻ്റേതാണ്. നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഓരോ അംശവും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യഹൂദൻ അവൻ്റെ മതം രൂപീകരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ കൊണ്ട് എത്തിച്ചു വെച്ച ഭീകരമായ വൈകൃതങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനും അതിൻ്റെ വിഷ സ്വാധീനത്തിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാനും യഹൂദ മതം നിർമ്മിച്ചു വെച്ച അടിമത്വത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മനുഷ്യനെ വിമുക്തനാക്കി അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന യാഥാർത്ഥ്യം അവന് മനസ്സിലാകത്തക്കവണ്ണം ദൈവദത്തമായ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യജാതിയെ വഴി നടത്തുക എന്നതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ന്യായമായും യുക്തിസഹജമായും യേശു തൻ്റെ ദൗത്യത്തിൽ പുരോഹിത വർഗത്തെ അംഗീകരിക്കുകയോ അവർക്ക് അതിലൊന്ന് ഇടപെടാനുള്ള അവസരം നൽകുകയോ ചെയ്തിരുന്നില്ല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ജോയി, എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ കുത്തക കുപ്പായം ഇട്ട് നടക്കുന്ന ചില ആളുകൾ, അവിടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ തുണിയുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇത് കൈകാര്യം ചെയ്യാനുള്ള കുത്തക അവർക്കാണെന്ന് പറയാൻ എന്തെങ്കിലും ന്യായം നിങ്ങൾ യേശുവിൻ്റെ പ്രസ്താവനയിൽ കൂടെയോ വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിൽ കൂടെയോ നിങ്ങൾക്കൊന്ന് കാണിക്കാം? പുരോഹിത വർഗം ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ മോഷണമാണ്. ഇത് സാധാരണ മോഷണമല്ല, യേശുവിൻ്റെ ശരീരരക്തങ്ങളെ മോഷ്ടിക്കുകയാണ്. അവർക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഇന്നത്തെ പച്ച പരമാർത്ഥം. അല്ല എന്ന് നിങ്ങൾക്ക് സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. പിന്നെ പൗലോസ് അപ്പോസ്തലൻ ലേഖനവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. കാരണം പൗലോസ് അപ്പോസ്തലൻ സഭകൾ സ്ഥാപിച്ച വ്യക്തിയാണ്. സഭകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കണ്ണിൽ കൂടെ മാത്രമേ നോക്കത്തുള്ളൂ. സഭ എന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്. പിന്നെ പുരോഹിതൻ്റെ അധികാരം എല്ലാവരും സ്വീകരിക്കണം. അത് യേശുവിൻ്റെ നിലപാടായിരുന്നില്ല. യേശു വേശ്യമാരെയും എന്താ പറയുന്നത് യഹൂദൻ ഭരിച്ചിരുന്ന ചുങ്കക്കാരെയും പാപിയായ എന്ന് മുദ്ര കുത്തപ്പെട്ട സ്ത്രീകളെയും ഒക്കെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഏറ്റവും മൂർച്ചേറിയ സ്വരത്തിൽ ശബ്ദത്തിൽ യേശു വിമർശിച്ചത് അന്നത്തെ പുരോഹിത വർഗമാണ്. വെള്ള തേച്ച ശവക്കലറുകളെന്ന് അവരെ വിളിക്കാനുള്ള ധൈര്യം ഇന്ന് എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാകുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അന്നത്തെ പുരോഹിത വർഗത്തെ പറ്റിയാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങൾ ഒന്ന് വായിക്കുമെങ്കിൽ അതിനകത്ത് എത്ര തവണയാണ് പുരോഹിതർ എന്ന വാക്ക് ഓർക്കുമ്പോൾ ആദ്യം യേശുവിൻ്റെ മനസ്സിൽ വരുന്ന കപടഭക്തിക്കാരെ 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 എന്നാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു ഇമ്മിണി തെളിവ് നിങ്ങൾക്ക് കാണിക്കാമോ? യേശു ഒരു പൗരോഹിത്യത്തെ അംഗീകരിച്ചു എന്നോ പുരോഹിത വർഗത്തെ ഉൾപ്പെടുത്തിയെന്നോ അവരുടെ അധികാരത്തെ സ്വീകരിച്ചു എന്നോ അവർ പറഞ്ഞതുപോലെ നടന്നെന്നോ അന്നത്തെ മതപരമായ എല്ലാ നിബന്ധനകളിൽ നിന്നും യേശു തന്നെ ഒഴിവാക്കി. എന്തുകൊണ്ടാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നതിൻ്റെ ശിഷ്യന്മാരെന്താണ് ഉപവസിക്കാത്തത്? മറ്റുള്ളവർ കൈ കഴുകുന്നത് പോലെ നിൻ്റെ ശിഷ്യന്മാരെന്താണ് കൈ കഴുകാത്തത്? മറ്റുള്ളവർ ശബത്തിനെ അപ്രകാരം ആചരിക്കുമ്പോൾ നീ എന്താണ് ശബത്തിനെ അപ്രകാരം ആചരിക്കാത്തത്? യേശു മതപരമായ ഏത് ആചാരത്തെ സ്വീകരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? യഹൂദന്മാരുടെ ഉത്സവം ആചരിക്കാനായി യേശു യെരൂശലേമിലേക്ക് പോയി. പക്ഷെ പോയത് എവിടെയാണ്? ഒരു യഹൂദൻ്റെയും ഈ മത എരിവുള്ള ഒരു യഹൂദൻ്റെയും മനസ്സിൽ ഒരിക്കലും കടക്കാത്ത വിധത്തിൽ ദേവാലയത്തിൽ നിന്ന് 4-5 കിലോമീറ്റർ ദൂരെ ബെത്സൈദ എന്ന് പറയുന്ന സ്ഥലത്ത് അവശത അനുഭവിച്ച് രോഗികളായി കിടന്ന നിരാലംബരായ ആളുകളുടെ മധ്യത്തിലേക്ക് പോയി. ദേവാലയത്തിനകത്തല്ല പോയത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ദൈവികമെന്ന് പറയുന്ന ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രയോഗിക്കുന്ന സങ്കല്പങ്ങളും നിങ്ങളുടെ സമീപനങ്ങളും കാഴ്ചപ്പാടും എല്ലാം തെറ്റാണ്. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലും സങ്കല്പത്തിലും ദൈവികമായ ഒരു പരിഗണനയുമില്ല. നിങ്ങൾ ലൗകികമായി മാത്രമാണ് ദൈവികമെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആത്മീകമായ അർത്ഥ തലങ്ങളുള്ള വിധത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ അതിൻ്റെ മാതൃക ഇതാണ് എന്ന്
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ കൂടെ നിങ്ങൾ അല്പം അന്വേഷണ ബുദ്ധിയോടുകൂടെ അതിനെ സമീപിച്ചാൽ മനസ്സിലാകും. ഞാൻ ജോയുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രിയപ്പെട്ട ജോയി, പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് ഓസ്തി എനിക്കറിയില്ല, ഓസ്തിയും കീസ്തിയും പീസ്തിയും ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഓസ്തി യേശുവിൻ്റെ ശരീരമെന്നാണ് പറയുന്നത് എങ്കിൽ ആ ശരീരത്തിൻ്റെ മേൽ കുത്തകാവകാശം സ്ഥാപിക്കാൻ ഒരു പോപ്പ് തൊട്ട് ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള ചീപ്പിന് പോലും അവകാശമില്ല എന്നതാണ് സത്യം. പക്ഷേ പാരമ്പര്യത്തിൽ നമ്മളെ ഇങ്ങനെ പരിശീലിപ്പിച്ചു, പുരോഹിതനില്ലെങ്കിൽ നമുക്കിപ്പം മതപരമായ മുള്ളാൻ പോലും വയ്യാത്തൊരവസ്ഥയെ കൊണ്ട് ആക്കി വെച്ചു. നമ്മെ അടിമത്വത്തിൻ്റെ പടുകുഴിയിൽ ചവിട്ടി താഴ്ത്തി. സ്വതന്ത്രമായ വേദപുസ്തകം ഒന്ന് വായിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളുള്ള വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ പോലുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. മെത്രാനോ കത്തനാനോ പറഞ്ഞാൽ മാത്രമേ യേശുവിൻ്റെ പ്രസ്താവനയുടെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് ഇന്ന് 21-ാം നൂറ്റാണ്ടിലും അവകാശമുള്ളൂ. മെത്രാനോ കത്തനാരോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അത് പൊട്ടത്തരമാണെന്ന് നന്നേ അറിയാവുന്ന വിശ്വാസികൾ അവരുടെ അറിവിനെ മാറ്റിവെച്ചിട്ട് ഈ പൊട്ടത്തരം അതുപോലെ വിഴുങ്ങേണ്ട ഗതികേടിലാണെന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സഭ എപ്പോഴും പറയും, കാരണം ഇങ്ങനെയുള്ള സക്രമതകളിൽ കൂടെയും ക്രമീകരണങ്ങളിൽ കൂടെയും പുരോഹിതവർഗം അവരുടെ അധികാരം പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അരക്കിട്ട് ഉറപ്പിക്കാൻ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. ഒരു ജനത്തെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗം അവരുടെ ദൈവത്തെ കൈക്കലെടുക്കുക. 1. 2, അവരുടെ ആരാധനാക്രമങ്ങളെ കൈക്കലെടുക്കുക. 3, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ കൈക്കലാക്കുക. ഈ 3 കാര്യങ്ങളും ഇന്ന് പുരോഹിതൻ്റെ പോക്കറ്റിലാണ്. പുരോഹിതൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ദൈവത്തെ എനിക്ക് ആവശ്യമില്ല, അങ്ങനെ ദൈവത്തെ കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. പിന്നെ പുരോഹിതൻ പറയുന്ന ദൈവവും ഞാൻ അറിയുന്ന ദൈവവുമായി യാതൊരു സാമീപ്യവുമില്ല. പള്ളികൾ കൊട്ടിഘോഷിക്കുന്ന യേശുവും ഞാൻ അറിയുന്ന യേശുവുമായി പുലബന്ധം പോലുമില്ല. പിന്നെ ഏത് ഓസ്തിയാണ് അവർ കൊടുക്കുന്നത്? ഏത് യേശുവിൻ്റെ ശരീര രക്തങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്? യേശുവിനെ അവരെങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്? യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനുള്ള വിശാലത ഏതെങ്കിലും സഭയ്ക്കുള്ളതുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്പം ബുദ്ധിയുണ്ടല്ലോ, തലച്ചോറ് കുട്ടിച്ചോറായി പോയിട്ടില്ലല്ലോ എന്നും. എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലൗദോക്യ സഭയുടെ അവസ്ഥ ചിത്രീകരിക്കുമ്പോൾ യേശുവിനെ വെളിയിൽ നിർത്തിയിരിക്കുകയാണെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സഭയുടെ ഉൾ അത്രമാത്രം ഇടുങ്ങിയതാണ്. യേശുവിൻ്റെ വിശാലമായ സാർവലൗകികമായ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളാനുള്ള വിശാലത ഒരു സഭയ്ക്കകത്തുമില്ല. അന്നും ഇന്നും ഇത് തന്നെയാണ്. പിന്നെ ആരുടെ ശരീരരക്തങ്ങളാണ് ഇവർ മനുഷ്യരുടെ വയലോട്ട് ഇട്ട് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. യേശുവിനെ ദൈവപുരുഷനായും മനുഷ്യപുത്രനായും അംഗീകരിച്ച് അവൻ്റെ ആശയങ്ങളെയും ആത്മീയ ലക്ഷ്യങ്ങളെയും അനുസരിച്ച് അതിനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും സഭയുണ്ടോ? അതിന് കൂട്ടാക്കാതെ ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം കഷ്ണം യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുകയും യേശുവിനെ കണ്ടാൽ അടിച്ചോടിക്കുന്നവർ ഞങ്ങൾ ഉണ്ടാക്കുന്ന മുന്തിരിച്ചാറവൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കും. സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് പച്ചക്കള്ളമാണ്. ഞാൻ തന്നെ സത്യമെന്ന് പറഞ്ഞ യേശുവിൻ്റെ പേരിൽ ഈ വർഗം പറയുന്നത് പച്ചക്കള്ളമാണ്. പക്ഷെ നിങ്ങൾ ചെറുപ്പം മുതൽ ഈ കള്ളം മാത്രം കേട്ട് പഠിച്ച് അതാണ് ആത്യന്തികമായ സത്യമെന്ന് വിചാരിച്ച് നിങ്ങൾ അസത്യത്തിൻ്റെ അടിമകളായി കഴിയുകയാണ്. നിങ്ങളുടെ അവസ്ഥ അയ്യോ കഷ്ടം. ദുഃഖത്തോടുകൂടെ ഞാൻ പറയുകയാണ്, യേശുവുമായി യാതൊരു ബന്ധവും ഇതിലില്ല. അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കട്ടെ, യേശുവിൻ്റെ ശരീര രക്തങ്ങളെയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് എങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ വ്യക്തിത്വം ഉണ്ടാകണ്ടേ? 50 വർഷം നിങ്ങളിത് വിഴുകിയില്ലേ? എന്തെങ്കിലും വന്നോ? നിങ്ങൾ യേശുവിൻ്റെ ശരീരരക്തങ്ങളാണെന്ന ബോധത്തിലാണോ അത് കഴിക്കുന്നത്? സഭ തരുന്ന ഔദാര്യ അനുഭവത്തിൽ മാത്രമാണ് 100-ൽ 100 ക്രിസ്ത്യാനിയും പോയി ഞായറാഴ്ച വിളിക്കുന്നത്. അത് പിന്നെ സഭ തരുന്ന കുന്തലണ്ടമാണെങ്കിൽ അതിൻ്റെ അവകാശം സഭയുടെ വേലക്കാരനായ പുരോഹിതർ തന്നെയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് വേണം അത് വാങ്ങി. പക്ഷെ യേശുവിൻ്റെ ശരീരരക്തങ്ങളാണെങ്കിൽ അത് തികച്ചും അസ്ഥാനത്താണ്. അത് നേരെ നിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിപ്പാൻ യേശു നിന്നെ തന്നെ അവനിലേക്ക് വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എന്താണ് സക്രമം? എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. യേശുവിൻ്റെ ഈ ആഹ്വാനം അനുസരിച്ച് ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് പോലും പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് ഈ ഉണക്കാപ്പം വിഴുങ്ങേണ്ട യാതൊരു ഗതികേടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഞാനത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഈ പറയുന്നത് മുഴുവനും സത്യമില്ലായ്മയാണ്, അഭിനയമാണ്, ദുരുദ്ദേശത്തോടുകൂടെ നടത്തുന്ന ചില നാടകീയമായ അഭ്യാസങ്ങളാണ്. ഇത് സത്യം തിരിച്ചറിയാൻ മനസ്സുള്ളവർ കേൾക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാണ്. എല്ലാവർക്കും നന്ദി.